ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരാൾ എന്താണ് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയൂ പറയൂ ലക്ഷ്മണി, പറയൂ. മഴയല്ലേ, അതുകൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു സോയാബീൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. ബിരിയാണി നമുക്ക് മഴയത്തൊരു ക്രേവിങ്സ് ഒക്കെ തുടങ്ങി. 2 ദിവസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിരിയാണി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു. മഴയൊക്കെ കണ്ടപ്പം ഒരു വൈബ് കിട്ടി, അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ അതിലോട്ട് പോകാൻ പോയി. ഇവിടെ ഒരാൾ ഉള്ളി വെളുത്തുള്ളി അരിയുന്നു. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സോയാബീൻ തന്നെ തിളച്ച വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തന്നെ സോയാബീനിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി എന്ത് ചെയ്യുന്നു? ചതയ്ക്കും. നല്ലതാണ്. സാധാരണ എല്ലാവരും മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത്, പക്ഷേ മിക്സിയിലിട്ട് അടിക്കുന്നത് വേറെ, ചതച്ചെടുക്കുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പം നമ്മൾ ചതയ്ക്കുന്നു. ഇത് ചതച്ച് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ സ്റ്റെപ്പ് ഉള്ളി അരിയുക, ക്യാരറ്റ് അരിയുക. അതൊക്കെ വഴിയെ നമ്മൾ കാണിക്കുന്നതാണ് ഗൈസ്. ഇപ്പം വരാം, ഇത് ചതച്ചിട്ട് ഇപ്പം വരാം. എന്താണെന്ന് പറയണ്ടേ ഗൈസ്? ക്യാരറ്റിൻ്റെ പൊടി എടുക്കുന്നു ഗൈസ്. നമുക്ക് സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ് പിന്നെ കട്ട് ചെയ്യും. ഹലോ ഗൈസ്, നമ്മളുടെ ബീൻസ് എല്ലാം കട്ട് ചെയ്യുന്നു. വോയിസ് കേൾക്കാവുന്നുണ്ട്, മയക്കുണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ കേൾക്കാം. ഉപയോഗം മുറിയുന്നില്ല ഗൈസ്. പിച്ചാത്തി ചതിച്ചു എന്തോ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ചൂട് വല്ല ഡാൻസ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ചൂടാ, നല്ല ചൂടുണ്ട്. വിളിക്കണം അത് ചേച്ചി. ഞാൻ കുടി പാസ്സാക്കി. ഇപ്പം 24 മണിക്കൂറായില്ല, ആകാൻ പോകുന്നുള്ളൂ ഗായ്സ്. കണ്ണെരിയുന്നു ഗൈസ്, എന്നെല്ലാം കരയിപ്പിക്കുന്നു. ഇത് ഭയങ്കര ശോകം. ബീൻസ് നമ്മൾ ഉള്ളി അരിയാനില്ലേ, സവാള കട്ട് ചെയ്ത് തൊലിയൊക്കെ കളർ വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മുക്കി വയ്ക്കാം. അതാകുമ്പം കുറച്ച് കണ്ണെരി കുറച്ച് കിട്ടും. പൂർണ്ണമായിട്ടല്ല കേട്ടോ, ലേശം. ഇതിപ്പം എന്നെ കരയിപ്പിച്ച് കൊല്ലുന്നു ഗായ്സ്. ഒരാളിതോ പറഞ്ഞ് കരഞ്ഞു ഓടി. ഇവിടെ അരിയലോടെ അരിയൽ. നമ്മൾ പറയും, നിങ്ങൾ സോയാബീൻ ബിരിയാണിയൊക്കെ എങ്ങനെയാണ് വയ്ക്കുന്നത്? നമുക്ക് മഴയത്തൊരു ആഗ്രഹം, ഇനി ഉണ്ടാക്കി വരുമ്പോൾ എന്തൊരായി തരുമോ. ഇപ്പം സമയം 7 മണിയായിരിക്കുന്നു. ആർക്കെങ്കിലും സങ്കടം വന്ന് കരയണമെന്ന് തോന്നിയാൽ ഒരു ഉള്ളി എടുക്കുക. ഉള്ളി എടുത്ത് അരിയുക. അങ്ങോട്ട് കണ്ണീരുണ്ട്, സവാള ഗിരിഗിരി. അപ്പം നമ്മൾ തന്നെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വരാൻ ഗൈസ്. നല്ല മൂടൊന്നേ പറയൂ. ബസ് നമ്മൾ തന്നെ ചണ്ടിയാത്ത അല്ല മറിയാത്ത എല്ലാത്തെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ബിരിയാണി കത്തിനാണ്. ബിരിയാണി കത്ത് നമ്മൾ ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു ബിരിയാണി കലവരം. അമ്മമാർ അവിടെ സീരിയൽ കാണുന്നു, നമ്മളിവിടെ സീരിയൽ കണ്ട് ഉള്ളി അരിഞ്ഞ് കരയുന്നു. അതെ, അറിയാം. ഗ്ലിസറിൻ വേണ്ട. നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ പിച്ചിട്ട്. സോറി ഗൈസ്, ഈ വീഡിയോയിൽ എല്ലാ കോപ്രായങ്ങളും കാണാൻ പറ്റും. എല്ലാവരും ഞാൻ മര്യാദയ്ക്ക് മലയാളത്തിൽ പറഞ്ഞതായിരുന്നു. എൻ്റെ തെറ്റല്ല, ഒരു ആവേശത്തിൽ ഞാൻ പോയത് കഴുകി കൊണ്ടുവരാം ഗൈസ്. ഐശ്വര്യമായിട്ട് നമ്മൾ സ്ഥലം എടുക്കുക, ഇങ്ങോട്ട് വയ്ക്കുക. അപ്പം നമ്മൾ വെള്ളം ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പട്ടയും. അപ്പോൾ ഗൈസ്, നമ്മൾ തന്നെ സോയാബീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിരിക്കട്ടെ. നമ്മളതൊരു ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഞ്ചി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ക്യാരറ്റ് ഓരോന്നോയിട്ട് വായിലോട്ട് പോകുന്നു. അങ്ങനെ തന്നെ കരുവേപ്പിലയും മല്ലിയിലയും എല്ലാം സെറ്റ്. പക്ഷേ ഒരു കാര്യം മറന്നുപോയി ഗൈസ്, ഒരു പച്ചമുളകില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ പച്ചമുളകില്ല. അപ്പോൾ എന്തോ ചെയ്യും? പോയി പച്ചമുളക് പിച്ചിട്ട് വരാം. ഇവിടെ ചെറിയൊരു കൃഷിത്തോട്ടമുണ്ട്. അപ്പം നമ്മൾ കൃഷിത്തോട്ടത്തിൽ രാത്രി പോയി പറിച്ചിട്ട് വരാം. രാത്രി നമ്മൾ 2 അനാഥ പ്രേതം പോലെ
പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ ഇതാണ്ട് പച്ചമുളക് പിച്ചാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പച്ചമുളക് കാണുന്നില്ല ഗൈസ്. ആരെങ്കിലും ഈ രാത്രിയിൽ പച്ചമുളക് പിച്ചോ. നമ്മളൊരു സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് തപ്പി തപ്പി തഴി പാരാത്തിലുള്ള അതാണ്ട് ഒരെണ്ണം കിട്ടി ഗൈസ്. പിച്ചു ഇതാണ്ട് ഇവിടെ ഒരെണ്ണം വളഞ്ഞൊക്കെ കിടക്കുന്നു. നോക്കി കണ്ടൊക്കെ പിച്ചണം. സമയം ഇപ്പം 7:28 അതെ. എന്താന്ന് വെച്ചാൽ നമ്മൾ ക്യാമറമാൻ പച്ചമുളക് ഇവിടെ എന്തൊക്കെയുണ്ട് ഒരവസ്ഥ. ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പച്ചമുളക് പിഞ്ചി പിഞ്ചി ഗൈസ് കണ്ട പച്ചമുളക് കണ്ടോളി. കിട്ടി കിട്ടി കിട്ടി. അപ്പം അയ്യോ തവരണം പോയേ താഴെ പോയേ. പച്ചമുളക് എവിടെ പോയി? കിട്ടിയത് കൊണ്ടിട്ട് കാണുമ്പോൾ തൃപ്തിയായില്ല. അയ്യോ അതാണ്ട് എവിടെ കിട്ടിയേ. മുഴുത്തത് മുറ്റിയത്. നമ്മൾ നാടൻ പച്ചമുളക് കൃഷി രാത്രി സമയത്താണ് നമ്മൾ കൃഷിയൊക്കെ എന്താ തോന്നുന്നു നട്ടുപിടിപ്പിച്ചതൊക്കെ പിച്ചാനൊക്കെ ഇറങ്ങിയത് രാത്രിയിലാണ്. രാത്രി സമയം എന്താണ് ഇനി മതിയല്ലേ നമുക്ക്. ഇനി നമുക്ക് ഇതും കൊണ്ട് നേരെ നമുക്ക് സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം ഗൈസ്. അതെ അതെ ഇത് നല്ല ഏരിയ. മലക്കറിക്കകത്തൊക്കെ കിട്ടുന്ന പച്ചമുളകിൻ്റെ ഏരിയ ആണ് ഗൈസ്. ഇത് ഒരെണ്ണം മതി ഗൈസ്. ഇതുകൊണ്ട് അവിടെ പച്ചമുളക് പിച്ച് മതിയായില്ല. അപ്പം നമുക്ക് വെളിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഇതിനെ വൃത്തിയാക്കി കുട്ടപ്പനാക്കി. അയ്യോ ആ പോയി നിൽക്കുന്നില്ല. ഇത് രണ്ടുപാടെ നിൽക്കാത്ത. അങ്ങനെ നമ്മളിതാ വെള്ളമൊക്കെ ചൂടായി വരുന്നു. ഇട്ടോ. അപ്പം നമ്മളിതാ ഇതിലോട്ട് ബേ ലീഫ് സ്റ്റാർ ഇടൂ. പെട്ടെന്ന് ഇടൂ. എന്താ പറയാ പൊളിയും കുത്തും കോമേ കിടത്തില്ലേ. ഗ്രാമ്പ് പട്ട കമ്പ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അത് കമ്പും എല്ലാം ഗൈസ് ക്ഷമിക്കണം. നമ്മൾ എക്സ്പേർട്ടൊന്നുമല്ല പാചകത്തിൽ. അപ്പം അതിൻ്റേതായ മിസ്റ്റേക്ക് ഒക്കെ കാണും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി കഴുകി ഇരുകൂടായല്ല അരി കഴുകി ഇട്ട് കൊടുക്കാം ഗൈസ്. 2-3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടുമ്പം കാണാം ഗൈസ്. വെള്ളം നല്ല വെട്ടി തിളച്ചു. നമ്മൾ അരി ഇടാൻ പോകും. അയ്യോ എക്സ്പ്രഷൻ ഇത് കണ്ട ആൾക്കാരെ വിചാരിക്കും ഇവരിപ്പോൾ പുതിയതായിട്ട് വന്ന് കുക്കിംഗ് ചെയ്യാൻ പോവുകയാണെന്ന്. അയ്യോ നൈസിൻ്റെ കൈതാൻ പൊളി. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പാത്രമൊക്കെ വെച്ചു. അപ്പോൾ ഗൈസ് എന്നല്ല ഇത് അത് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ട് നെയ്യ് ഇട്ട് കൊടുത്തു. തീ കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മതിയല്ലേ. അവിടെ ചോറ് റെഡിയാവുന്നു. ഇവിടെ നമ്മൾ അതിനെ പെരിഞ്ചീരകവും പട്ടയും ബേലീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇട്ട് പച്ചടിനാണോ അപ്പം മാറുന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള സവാളയാണ് കണ്ണീരൊക്കെ വെട്ടിച്ച സവാളയാണ് കഴിച്ചിട്ടുള്ളത്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഊറ്റിയിട്ട് ചേട്ടൻ ഒന്നുകൂടെ പോകട്ടെ പറഞ്ഞ് നോക്കിയപ്പോഴേ പെരിഞ്ചീരകം കരിഞ്ഞതും ആ ചോറ് കരിഞ്ഞതുമായിരുന്നു. അവരെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എപ്പോൾ അടിയിട്ടേ അങ്ങനെ ഒരു അടക്കം പറ്റി. അപ്പം നമ്മുടെ ഉള്ളി ഇതാണ്ട് ഇവിടെ വരട്ടി ഇരിക്കുവാണ്. നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുകയാണ് ഗൈസ്. കുറച്ച് പൊളി അങ്ങോട്ട് കിണ്ടുക. ഇത്ര നേരം ഞാനവിടെ കിണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ക്യാമറമാൻ. അങ്ങനെ നമ്മളത് ഉള്ളി താണ്ടി ഇവിടെ വരട്ടി കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവണം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനുണ്ട് ഗൈസ്. സ്റ്റാൻഡ് പാത്രം പൊട്ടിച്ച് ബാക്കി ഇതാണ്ട് ഇതൊക്കെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, നമ്മുടെ മല്ലിയില, ഇഞ്ചി ഇടത്തില്ല. ഇത് ചുമ്മാ ഷോയ്ക്ക് വെച്ചതാണ്. ഞാനും ചേട്ടനും കൂടി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തേട്ടാ. അപ്പം ഈ പെരിഞ്ചീരകം കൊണ്ടല്ലേ ഈ കിടക്കണം ഈ സംഭവം ഈ സംഭവം അത് ബിരിയാണിക്കകത്ത് അല്ല പെരിഞ്ചീരകം പെരിഞ്ചീരകം ആ പെരിഞ്ചീരകം ബിരിയാണി കിടന്നപ്പോഴേ
ഞാൻ വിചാരിച്ച് പുഴുവായിരിക്കുമെന്ന്. നല്ല നീളത്തിൽ കറുത്ത പുഴു കിടന്ന്. പിന്നെ ചില ചോറ് നമ്മൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് കരിഞ്ഞിറക്കി കിടക്കുമല്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് പുഴുവായിരിക്കുമെന്ന്. എന്തോ ഭാഗ്യത്തിന് വളരെ കാര്യം നടി കിട്ടാതെ വിഷോട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോയതാ. ലച്ചു എവിടം വരെയായി? നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ നിന്നാൽ അതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി. പക്ഷെ അത് വഴറ്റി എടുക്കുക എന്ന് പറയുന്നത് കൊല്ലല്ല, നാശം. നമ്മൾ ഇന്ന് വല്ലതും അത് കരിഞ്ഞു പോകാനും പാടില്ല, എന്നാ ഒരുപാട് കണ്ട് പച്ചയായിട്ടിരിക്കാനും പാടില്ല. എന്താ പറയാ? അപ്പം നമ്മൾ ഉള്ളി സഹിക്കാൻ വയ്യ. ഇവിടെ വിശപ്പെടുക്കുന്നു. ഇന്ന് വല്ല നമ്മൾ 8:15 8:15 ബിഗ് ബോസ് പറയുന്ന പോലെ ഇപ്പം സമയം 8:15. ഇപ്പൊ 8:17 അതുപോലെ ഇപ്പം 8:17 വയറ് കത്തുന്നു ഗൈസ്. നമ്മൾ ഇന്ന് സോയാബീൻ 10 മണിയല്ല 12 മണി ആയാലും സോയാബീൻ ബിരിയാണി ഉണ്ടായിരിക്കും. എന്റെയും ഉണ്ട്. അടുത്തിരുന്ന് എന്റെയും കണ്ണീര് പിടത്തിയതാണ്. ആയിരം അടുത്ത ആൾക്ക് കൈമാറി. എന്തോ ഒരു കഷ്ടപ്പാടാ നോക്കണേ. തോനെ ഉണ്ടായിരുന്ന ക്യാരറ്റ് ഒരു സമയം പോക്കിന് വേണ്ടി തിന്ന് ഇപ്പൊ ഇത്രയായി. എന്താ പറയിക്കാം. ഞാനല്ല ഗൈസ്, ഞാനല്ല കുട്ടിപ്പട്ടാളങ്ങൾ. അതൊക്കെ ഞാനുണ്ട്. ഓരോ സാധനങ്ങളായിട്ട് ക്യാരറ്റ് ഇട്ട് പോകും. ക്യാരറ്റ് തോനെ വേണ്ടതാണ്. പക്ഷെ എന്താ ചെയ്യാനാ, ഇതൊക്കെ ക്യാരറ്റ് കണ്ടാൽ പച്ചക്കായ പിള്ളേർ കഴിക്കും. ഇതിൽ കിടന്നാൽ പിള്ളേർ കഴിക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. പോരട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ബീൻസ് ഇട്ടു. അങ്ങനെ നമ്മൾ ബീൻസും ഇട്ടു. ഇപ്പം എന്താ നല്ല കളർഫുൾ. ഇനി അത് ജസ്റ്റ് ഒന്ന് അകത്ത് കൊടുത്തൊന്ന് വഴറ്റുക. നെക്സ്റ്റ് ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്നിരുന്നു, അത് കറുത്ത് പോയി വയസ്സ്. ഉരുളക്കിഴങ്ങ് ഇട്ട് വയസ്സ്. അങ്ങനെ നമ്മളിതാ ഉരുളക്കിഴങ്ങ് ഇട്ടു. നമ്മളെ ഷെഫ് വിനിഷാക്കണ്ണൻ കൈ കൊള്ളുന്നു. വിനിഷാക്കണ്ണൻ ഒരു ക്ലോസപ്പ് പല്ല് കാണണ്ട. അപ്പോൾ നമ്മൾ ഇതാണ്ട് കുറച്ച് നല്ലപോലെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുകയാണ്. തക്കാളിയൊക്കെ ഇട്ടു. തക്കാളി ഇട്ട് നല്ല ഒന്ന് വരട്ടി കൊടുക്കാം ഗൈസ്. എന്നിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഗൈസ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് സോയാബീൻ കൂടി ഇട്ട് നമുക്ക് നല്ല നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 1.5 സ്പൂൺ ഇട്ടാണ്. ഇല്ല ഇച്ചിരി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.25 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തില്ല കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ട് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഞങ്ങളിങ്ങനെ ഇട്ടൊന്നും പറഞ്ഞ് അതങ്ങനെ തന്നെ ഇടണമെന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഓരോ അളവും ഒക്കെയാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഇടാം. നമ്മൾ മണ്ടത്ര ഗൈസ് ഉപ്പ് നമ്മൾ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കുക. ഇതൊരു 5-10 മിനിറ്റ് അവിടെ ഇരുന്ന് ഡ്രൈ ആയിട്ടൊന്ന് വേകട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ചൂട് വെള്ളമാണ്. പ്രത്യേകം ചൂടുവെള്ളം നോക്കി ഒഴിച്ചു കൊടുത്തിട്ട് പച്ചവെള്ളം എടുക്കരുത് ഗൈസ്. പച്ചവെള്ളം എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അടക്കം മാറിപ്പോകും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നല്ല ആവി കുറക്കുന്നു നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിക്കാം.
അപ്പോൾ ഗായ്സ് നമുക്ക് തണ്ടേ തുറന്ന് നോക്കാം നമ്മുടെ സോയാബീൻ എന്തായി എന്ന്. അപ്പം ചൂട് 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 ചൂട്. അപ്പം നല്ലപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കുന്നു ഗായ്സ്. കുറച്ചും കൂടി ഒന്ന് ഈ ഗ്രേവി ഒന്ന് പറ്റാനുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകിയെടുക്കണം. ഇത്രയും വെള്ളം പോലെ ആവണ്ട. അപ്പം കുറച്ച് നേരം കൂടെ ഒന്ന് സെറ്റായാൽ നമുക്ക് ഇതിലോട്ട് റൈസ് ഇടാം. അപ്പം നമുക്ക് നമ്മൾ റൈസ് ഇടാൻ പോകുന്നു. കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ഊറ്റി ചോറ് മൊത്തം അപ്പം നമ്മളിതാ റൈസൊക്കെ ഇട്ട് ഒന്ന് കിണ്ടി ഇളക്കി മറച്ച് എടുക്കാം. എൻ്റെ അമ്മോ ജീരകശാല ജീരകശാല അരിയാണ് നമ്മുടെ കയ്യിൽ. എനിക്ക് പേരൊന്നും അറിഞ്ഞില്ല. ചിലവർ ബസുമതി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇത് ജീരകശാല. അപ്പം നമുക്ക് ബസുമതി റൈസാണെങ്കിൽ അത് കുറച്ചും കൂടെ നീണ്ടി വലിയ നീളത്തിരിക്കും അല്ലേ. അത് ഇത് ഇളക്കുന്നതാണ് ടാസ്ക്. സൗണ്ടൊക്കെ പോയി പരിപാടിച്ച് ചോറ് പക്ഷേ എന്ത് കൊള്ളായിക്കോട്ടെ പറ. അപ്പം നമ്മൾ സോയാബീൻ ബിരിയാണി ഏകദേശം റെഡിയായി ഗോയ്സ്. വേണ്ട എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതാക്കാം ഗോയ്സ്. എന്താക്കാം പറ. ഫൈനൽ നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷൊക്കെ ചെയ്തതുണ്ടാവും. അപ്പോൾ നമ്മൾ സോയാബീൻ ബിരിയാണി റെഡി. ഇനി നമുക്ക് കഴിച്ചിട്ട് വരാം. കൊള്ളാമോ സോയാബീൻ ബിരിയാണി? ടേസ്റ്റ് ഉണ്ടാ? ആരുവേ എങ്ങനെ ഉണ്ടടാ? കൊള്ളാമോ? നൂന്നരി പാറു എങ്ങനെയുണ്ട് പാറു ബിരിയാണി? ഇഷ്ടപ്പെടാ? സൂപ്പറാടാ. ടേസ്റ്റ് ഉണ്ടാ അബി? യോ അപ്പോൾ ഗൈസ് പിള്ളേരിതെല്ലാവരും നമ്മളെ ബിരിയാണി കഴിക്കുന്നു. അത് സ്റ്റാർ